ഹായ് എവരിവൺ. അപ്പോൾ എല്ലാ ആൾക്കാരും ഹോം ടൂറല്ലേ ചെയ്യണം കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ ടെറസ് ഗാർഡൻ അല്ലെങ്കിൽ ടെറസ് ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മളുടെ ടെറസാണ്. അപ്പോൾ ടെറസിൻ്റെ മേലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു പേരയ്ക്ക മരമാണ് കേട്ടോ. അതിൽ ഒരുപാട് പേരയ്ക്കകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ സമയം നോക്കിയിട്ട് ഒന്നുമില്ല കേട്ടോ. വീഡിയോയിൽ ഒന്നും പോലും കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കായ് ഉണ്ടായാലും ഇത് പ്ലാവാണ്. കായ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ താഴെ കുറേ കരിയിലകൾ വീണ് കിടക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് നമുക്കൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല. എന്നൊരു വെയിൽ കിട്ടിയപ്പോൾ മേലേക്ക് കയറി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇത് നമ്മളുടെ റംബൂട്ടാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മുളച്ച് നിൽക്കുന്നതാണ്. ചാമ്പങ്ങയൊക്കെ. ഇത് നമ്മളുടെ പഴയൊരു സോഫയായിരുന്നേ. പഴയ സോഫ ഒരു കുട്ടിയുടെ ഉണ്ണികളുടെ കാറൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. മഴ പെയ്ത നാശമായി. പിന്നെ സാധാരണ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നമാർ കുറേ അയലുണ്ട് കേട്ടോ. തുണി ഇട്ടിരിക്കുകയാണ്. വെയിൽ കണ്ടപ്പോൾ എല്ലാവരും തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും മഴ അടുത്തത് വരും. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിന്നപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ഉമ്മയുടെ കുറേ ചെടികളുണ്ട്. ഇത് കണ്ടോ, തക്കാളി ചെടിയാണ്. തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇത് പയർ ചെടിയിലേക്ക് ഇതുപോലെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ നീലം മാവാണ് കേട്ടോ. നിറയെ കായ് ഉണ്ടാവാറുണ്ട് വേനൽക്കാലത്ത്. പിന്നെ ചേമ്പ്, കൊള്ളി, ഇത് ഭയങ്കര വിലയുള്ള നമ്മളുടെ കാന്താരി മുളക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് മുളക് ചെടി, തക്കാളി ചെടി ഒക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, തക്കാളിയിലൊക്കെ പച്ചക്കായ് ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ കുറേ പച്ചമുളകുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ പലത് ഇന്ന് നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ. പിന്നെ ചീരയൊക്കെ ഇന്നലെ നമ്മൾ കുറേ പറിച്ചായിരുന്നു. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അമരയ്ക്കൊക്കെ ഇതിലല്ല ഉണ്ടാവുക, പന്തലല്ല കയറ്റിവിടെ. ഇത് കുറ്റി അമരയാണ് കേട്ടോ. ഉണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ടാണ് ഉണ്ടാവുക. അതിലൊക്കെ അമരയ്ക്കായും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പമാണ്. ഈ മാടിത്തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ട്, വഴുതനങ്ങ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ, പുതിനയില. ഒരുപാട് പുതിനയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഒരു കാലത്ത് അമ്പ ഓൺലൈനിൽ വാങ്ങിച്ച് പിന്നെ ഒരുപാട് സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചീരകളുടെ കൂടെ പൊന്നാങ്കണ്ണി ചീര ഉപയോഗിക്കും. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ്, ഒരു പച്ചക്കറിയാണ്. തമിഴ്നാട്ടിലൊക്കെ ഉള്ളതാണ്. മുടക്കട്ടാൻ എന്തോ ഒരു പറയും കേട്ടോ ഈ സാധനം. പിന്നെ കുറേ കുമ്പളങ്ങ വള്ളി, കക്കിരിക്ക വള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്ന വേറൊരു സാധനം, ഇത് ഇഞ്ചിയാണ്. കഴിഞ്ഞ വർഷത്തെയാണ്. ഇഞ്ചീൻ്റെ പൂവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതെങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഇഞ്ചീൻ്റെ പൂവ്. പിന്നെ എല്ലാ വീടുകളിലുള്ള പോലെ തന്നെ കുറച്ച് ഷീറ്റൊക്കെ ഉണക്കായിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.